അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഹഖീഖത്തും സംബന്ധിച്ചുള്ള സംശയങ്ങളും മറുപടിയുമാണ്. എന്താണ് സംശയം? ഒരു മൃഗത്തെ 2 കുട്ടികൾക്ക് ഹഖീഖത്തായി അറുക്കാമോ എന്നതാണ് ഒരു സംശയം. അതിന് മറുപടി അറുക്കാം. 7 കുട്ടികൾക്ക് വരെ ഒരു മൃഗത്തെ ഹഖീഖ അറുക്കാവുന്നതാണ് എന്ന് തുഹഫ 9 വാല്യം 371. പക്ഷേ ആ മൃഗം കാളയോ ഒട്ടകമോ ആയിരിക്കണം. മറ്റൊരു സംശയം, ഹഖീഖയായി അറുത്ത മൃഗത്തിൻ്റെ തലയും കൈയും കാലും കുടലും തോലും എന്തു ചെയ്യണം എന്നതാണ്. അതിന് മറുപടി അവ സ്വതക്ക ചെയ്യുകയാണ് വേണ്ടത്. ഉടമസ്ഥൻ ഉപയോഗിക്കുന്നതിലും വിരോധമില്ല. ഹഖീഖയായി അറുത്ത മൃഗത്തിൻ്റെ മാംസത്തിൽ നിന്ന് 1/3 കൂടുതൽ ഉടമസ്ഥൻ ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലതാണെന്ന് തുഹഫ 9 വാല്യം 363 371 മറ്റൊന്ന്, പോത്ത്, എരുമ എന്നീ മൃഗങ്ങളെ ഹഖീഖ അറുക്കാമോ? അതിന് മറുപടി കാള, പശു, എരുമ, പോത്ത് എന്നിവയെല്ലാം ഹഖീഖയായി അറുക്കാവുന്നതാണ്. ഉളിയത്ത് അറുക്കാവുന്ന എല്ലാ മൃഗങ്ങളെയും ഹഖീഖയും അറുക്കാമെന്ന് തുഹഫ 9 വാല്യം 371 മറ്റൊന്ന്, ഹഖീഖത്ത് അറുക്കുന്നതിലും കുട്ടിയുടെ മുടി കളയുന്നതിലും ഒരേ സമയത്തായിരിക്കണമെന്ന് ചിലർ പറയുന്നു. ഇത് ശരിയാണോ എന്നതാണ്. അതിന് മറുപടി അറുത്ത ശേഷം മുടി കളയലാണ് സുന്നത്ത് എന്നാണ് അതിനുള്ള ഉത്തരം. മറ്റൊന്ന്, ഉളിയത്തിൻ്റെ നിബന്ധനകളൊത്ത മൃഗത്തെ അറുത്ത് വിൽക്കപ്പെടുന്ന മാംസത്തിൽ നിന്ന് 1/7 ഭാഗം ഉളിയത്തെന്നോ ഹഖീഖത്തെന്നോ നിയ്യത്ത് ചെയ്ത് വാങ്ങിക്ക് കരുത്തോടുകൂടി സ്വതക്ക ചെയ്താൽ അത് പരിഗണിക്കപ്പെടുമോ എന്നതാണ് ഒരു ചോദ്യം. അതിന് മറുപടി അടുത്ത മൃഗത്തിൻ്റെ 1/7 ഭാഗം വാങ്ങി ധർമ്മം ചെയ്താൽ അത് ഉളിയത്തായോ ഹഖീഖത്തായോ പരിഗണിക്കപ്പെടില്ല. എന്നാൽ നിബന്ധനകളൊത്ത ഒരു മൃഗത്തെ അതിൻ്റെ 1/7 ഭാഗം ഹഖീഖയാണെന്നോ ഉളിയത്താണെന്നോ കരുതി അറുത്താൽ അത്രയും ഭാഗം നിശ്ചിത നിയ്യത്ത് അനുസരിച്ച് പരിഗണിക്കപ്പെടുന്നതും ആ ഭാഗം നിബന്ധനകളനുസരിച്ച് കൈകാര്യം ചെയ്യപ്പെടേണ്ടതുമാണ് എന്ന് തുഹഫ 9 വാല്യം ത്തിലുണ്ട്. മറ്റൊന്ന്, ഹഖീഖത്തിൻ്റെ മാംസം മധുരം ചേർത്തി പുഴുങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതിലുള്ള തത്വം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിന് മറുപടി ഹഖീഖത്തിൻ്റെ മാംസം മധുരം ചേർത്തി വേവിച്ചു കൊടുക്കൽ സുന്നത്താണ്. അറുക്കപ്പെടുന്ന കുട്ടിയുടെ സ്വഭാവ മാധുര്യത്തിൻ്റെ ശുഭലക്ഷണമായാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് തുഹഫ 9 വാല്യം 372 മറ്റൊന്ന്, ഹഖീഖത്ത് അറുക്കേണ്ടത് കുട്ടിയുടെ പ്രസവിക്കപ്പെട്ട നാട്ടിൽ വെച്ചോ അതല്ല കുട്ടിയുടെ പിതാവിൻ്റെ നാട്ടിൽ വെച്ചോ എന്നതാണ് മറ്റൊരു ചോദ്യം. അതിന് മറുപടി ഹഖീഖത്ത് അറുക്കുന്ന ആളുടെ നാട്ടിൽ വെച്ചും ഹഖീഖത്ത് അറുക്കുന്ന ആളുടെ നാട്ടിൽ വെച്ചും കുട്ടിയുടെ നാട്ടിൽ വെച്ചും ആവാവുന്നതാണ് എന്നതാണ് അതിനുള്ള മറുപടി. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യാനും അള്ളാഹ് കബൂൽ ചെയ്യുന്ന രൂപത്തിലൂടെ ചെയ്യാൻ അള്ളാഹ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ദുആ വസിയത്തോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.